CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം. CCTV ഷോർട്ട് ന്യൂസിലേക്ക് സ്വാഗതം. പെരുമ്പിലാവിൽ ലഹരി മാഫിയ സംഘാംഗങ്ങൾ തമ്മിലുണ്ടായ സംഘർഷത്തിൽ യുവാവ് വെട്ടേറ്റു മരിച്ചു. സംഭവത്തിൽ 4 പേർ കസ്റ്റഡിയിൽ. സമൂഹമാധ്യമങ്ങളിൽ പങ്കുവച്ച റീൽസിനെ ചൊല്ലിയുള്ള തർക്കമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത്. ആരോഗ്യമേഖലയ്ക്കും വികസന പ്രവർത്തനങ്ങൾക്കും ഊന്നൽ നൽകി ചാവക്കാട് നഗരസഭ 2025-26 ബജറ്റ് വൈസ് ചെയർമാൻ KK മുബാറക് അവതരിപ്പിച്ചു. വടക്കേകാട് ഗ്രാമപഞ്ചായത്തിലെ കൊച്ചന്നൂർകുളം നിർമ്മാണോദ്ഘാടനം നടത്തി. ബ്ലോക്ക് പഞ്ചായത്തും സംയുക്തമായി 51,24,500 രൂപ വകയിരുത്തിയാണ് കുളത്തിന്റെ നിർമ്മാണ പ്രവൃത്തികൾ നടത്തിയത്. ചാലിശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ പട്ടികജാതി കുടുംബങ്ങൾക്കുള്ള 2ാം ഘട്ട കുടിവെള്ള ടാങ്ക് വിതരണം നടത്തി. അകാലത്തിൽ വിട പറഞ്ഞ യൂത്ത് കോൺഗ്രസ് പുന്നീർകുളം മണ്ഡലം സെക്രട്ടറിയായിരുന്ന ശരത്തിന്റെ കുടുംബത്തിന് കൈത്താങ്ങാകാൻ ശരത് കുടുംബസഹായ സമിതി രൂപീകരിച്ചു. കേരള സർക്കാർ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് കീഴിൽ പ്രവർത്തിച്ചുവരുന്ന കുന്നംകുളം അസാപ്പ് കമ്മ്യൂണിറ്റി സ്കിൽ പാർക്ക് സൗജന്യ തൊഴിൽമേള നടത്തി. കമ്മ്യൂണിസ്റ്റ് നേതാവും മികച്ച പാർലമെന്റേറിയനും സമരനായകനുമായിരുന്ന AKGയുടെ ചരമവാർഷികം CPM ചിറ്റാട്ടുകര ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആചരിച്ചു. എളവള്ളി ഗ്രാമപഞ്ചായത്തിൽ വയോജന സംഗമം സംഘടിപ്പിച്ചു. 60 വയസ്സിന് മുകളിൽ പ്രായമുള്ളവരെ ഉൾപ്പെടുത്തി രൂപീകരിച്ച വയോജന ക്ലബ്ബുകളിൽ നിന്നും തെരഞ്ഞെടുത്ത വയോജനങ്ങളെ പങ്കെടുപ്പിച്ചാണ് ഗ്രാമപഞ്ചായത്ത് തലത്തിൽ സംഗമം നടത്തിയത്. ഓട്ടോറിക്ഷ മസ്ദൂർ സംഘം ഗുരുവായൂർ മേഖലാ കൺവെൻഷൻ ജില്ലാ പ്രസിഡന്റ് വിപിൻ മംഗലം ഉദ്ഘാടനം ചെയ്തു. മരത്തംകോട് അമ്പലംപള്ളി ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ ഏകദിന ഏകാദശ രുദ്രയാഗം നടത്തി. ചാവക്കാട് ബ്ലോക്ക് പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ 2024-25 ദിവ്യാംഗ് കലാമേള 4ാം കല്ല് MNT ഹാളിൽ നടത്തി. കാർഷിക മേഖല, മൃഗസംരക്ഷണം, വിദ്യാഭ്യാസം, മാലിന്യ നിർമ്മാർജ്ജനം, സമ്പൂർണ്ണ ഭവന പദ്ധതി, ദാരിദ്ര്യ ലഘൂകരണം എന്നിവയ്ക്ക് പ്രാധാന്യം നൽകി 2025-26 വർഷത്തെ മാറഞ്ചേരി ഗ്രാമപഞ്ചായത്തിന്റെ ബജറ്റ് വൈസ് പ്രസിഡന്റ് അബ്ദുൾ അസീസ് അവതരിപ്പിച്ചു. കേരളത്തിലെ ചുമട്ടുതൊഴിലാളികളെ നോക്കുകൂലിക്കാരായി പാർലമെന്റിൽ ചിത്രീകരിച്ച കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമന്റെ നടപടിക്കെതിരെ CITU എരുമപ്പെട്ടി പഞ്ചായത്ത് കമ്മിറ്റി പ്രതിഷേധ പ്രകടനം നടത്തി. പൊന്നീർകുളം ആറ്റുപുറം റെസിഡൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ഇഫ്താർ മീറ്റ് നടത്തി. സർക്കാർ ജീവനക്കാരുടെ DA കുടിശ്ശിക യഥാസമയം നൽകാത്തതിൽ പ്രതിഷേധിച്ച് NGO അസോസിയേഷൻ മെഡിക്കൽ കോളേജ് ബ്രാഞ്ച് പ്രതിഷേധ ധർണ നടത്തി. കേന്ദ്ര ശാസ്ത്ര സാങ്കേതിക മന്ത്രാലയം ഇൻസ്പയർ അവാർഡ് ജേതാവ് മുഹമ്മദ് റയീസ് ഖുറൈഷിയെ പഞ്ചായത്ത് മെമ്പർ അസീസ് മന്നലാങ്കുന്നിന്റെ നേതൃത്വത്തിൽ ആദരിച്ചു. CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ ഷോർട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, ഫേസ്ബുക്ക് പേജ്, യൂട്യൂബ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctv online.tv സന്ദർശിക്കുക. നമസ്കാരം.